വയ്യടാ നടക്കാൻ. വയ്യാണ്ടായിട്ട് വയ്യ. മോള് പറഞ്ഞു വീടായോ നോക്ക്. ആയി അമ്മേ, അമ്പലം കഴിഞ്ഞിട്ട് ആദ്യത്തെ വീടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് സൈക്കിൾ നിൽക്കുന്നുണ്ടല്ലോ, നമുക്ക് ഈ വീട്ടിലൊന്ന് ചോദിച്ചു നോക്കാം. ആരാ? എന്താ വേണ്ടത്? ഇവിടെ ഒരു സൈക്കിൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു വാങ്ങിക്കാൻ വന്നതാണ്. സൈക്കിളോ? ഇവിടെയോ? അതെ ചേച്ചി, നിങ്ങൾ OLXന്റെ പരസ്യത്തില് സൈക്കിൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ. OLXോ? അതെ. ഇവിടെയോ? എനിക്കറിയില്ല, ഞാൻ ചോദിക്കട്ടെ. അത് അവളായിരിക്കും. ഷൈനി, എടി ഷൈനി. കിടന്ന് കാറണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താണ് OLX പരസ്യമല്ലേ കൊടുക്കുന്നത്? സൈക്കിൾ വിൽക്കാണ്ടോ എന്ന് മറ്റോ പറഞ്ഞു. അതെ, ഞാൻ രണ്ടുപേരും വന്നിരിക്കുന്നല്ലോ സൈക്കിൾ ആവശ്യപ്പെട്ടിട്ട്. ഇവരാണോ? അതെ, 3000 രൂപ മുഴുവനുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ കൊണ്ടുപോവാം. കുറച്ച് കുറവുണ്ട്, അടുത്ത മാസം ബാക്കി തരാം. ഞാനത് ഇൻസ്റ്റാൾമെന്റ് കടയാണോ വെച്ചിരിക്കുന്നത്? തോന്നുമ്പോ പൈസ എടുത്ത് സൈക്കിൾ കൊണ്ടുപോകാൻ. എനിക്ക് മുഴുവൻ കാശ് വേണം. പൈസ മുഴുവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ കൊണ്ടുപോയിക്കോ. ശരി, ഒന്ന് അടങ്ങി ശൈലി. കണ്ടിട്ട് നിങ്ങൾ പാവങ്ങളാണെന്ന് തോന്നുന്നു. നീ ഉള്ള കാശ് വാങ്ങിച്ചിട്ട് അതിന് സൈക്കിളും കൊടുത്തേരെ. എനിക്ക് കാശിന് ആവശ്യമുണ്ടോ? കാശാ? എന്ത് കാശ്? എനിക്കറിയാത്ത ആവശ്യം എന്താ അങ്ങനെയൊക്കെയുള്ളത്? കണ്ട കൂട്ടും കൂടി റവന്യൂ ബസ് ഉപയോഗിച്ച് നടക്കാനല്ലേ എനിക്ക് കാശ്? ഒന്ന് അടങ്ങി ശൈലി. നീ ഇവിടെ വല്ല സാധനം ഉണ്ടോ എനിക്ക് വിൽക്കാൻ വേണ്ടി? സൈക്കിൾ കൊടുക്കാനുണ്ട് പറഞ്ഞു, വാങ്ങിക്കാൻ വന്നതാ. സൈക്കിളോ? ഇവിടെയോ? എന്താ സൈക്കിൾ കൊടുക്കണ്ടോ? അമ്മ, ഇവിടെ OLX പരസ്യം കൊടുത്തു സൈക്കിൾ വിൽക്കാണ്ടെന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ എന്തിനാ നിനക്ക് കാശിപ്പോ? എന്താ ചെയ്യാൻ? ഇവർക്കുള്ള എല്ലാ ചെലവും നമ്മൾ നോക്കുന്നുണ്ട്. കൂടാതെ അച്ഛൻ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് മുഴുവൻ ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്. എന്നാലും വീട്ടിലുള്ള ഓരോ സാധനങ്ങളായിട്ട് വിറ്റ് കണ്ട ലഹരി വസ്തുക്കൾ വാങ്ങാനായിട്ട് നീ ചെയ്യാന്ന്. എന്താ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യേണ്ടത്? ഇതിന്റെ ഭയങ്കര തലവേദനയാണോട്ട് പോണം നിന്നെ കൊണ്ട്. എന്ത് നോക്ക്, അവർ നിന്നെ പോലെയല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എപ്പോ നോക്കട്ടെ നീയാണ് എനിക്ക് തലവേദന മുഴുവൻ ഉണ്ടാക്കുന്നത്. കഷ്ടായി പോയി. ആട്ടെ, മൂക്ക് സൈക്കിൾ എന്തിനാ ചുറ്റിക്കറങ്ങാനാണോ? അല്ല ആന്റി, ഞാൻ എന്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. മോളുടെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഒരുപാട് കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അവളെ വളർത്തി വലുതാക്കുന്നത്. അവളെ വീട്ടുപണിക്ക് പോയി കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞാൻ അവളെ ഈ 12ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കി. എനിക്കാണെങ്കിൽ തീരെ വയ്യ. ഇനി അവൾക്ക് പഠിക്കണമെന്നാണ് അവള് പറയണത്. രാവിലെ ആന്റി, +2 വരെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ചെലവ് ഞാൻ തന്നെ വഹിക്കാൻ വേണ്ടി ഞാൻ രാവിലെ പേപ്പർ കൊണ്ടിടാനും അതുപോലെ ക്ലാസ് കഴിഞ്ഞ് വന്ന് കേരള ചിക്കൻ ഓർഡർ സ്വീകരിച്ച് ഓരോ വീടുകളും കൊണ്ട് കൊടുത്തിട്ട് എൻ്റെ പഠന ചെലവിന് ആവശ്യമായിട്ടുള്ള തുക ഞാൻ തന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ സൈക്കിൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. ശൈലി കണ്ടോ, കണ്ടു പഠിക്കും. ആ കുട്ടീനെ വിദ്യാഭ്യാസത്തിനുള്ള കാശ് വീടുകൾ തോറും പത്രം ഇട്ടിട്ടും അല്ലെങ്കിൽ കേരള ചിത്രം കൊടുത്തിട്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങി അധ്വാനിച്ചിട്ടല്ല ചെയ്യുന്നത്. അച്ഛനുണ്ടാക്കുന്ന കാശ് മുഴുവൻ ഉപയോഗിച്ച് അത് പോരാഞ്ഞിട്ട് ഓരോ സാധനങ്ങളായിട്ട് വിറ്റ് കണ്ട ലഹരി വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കാം. ഞാൻ എന്താ ചെയ്യണത്? ഇനിയിപ്പോ ഈ വീട്ടിൽ വിൽക്കാനായിട്ട് ബാക്കി എന്താണത്? എന്റെ മോളും ഞാനും മാത്രം. നിനക്ക് ഇനി അതും കൂടെ വെക്കണോ? എന്തായാലും ആ കുട്ടിയുടെ ആവശ്യം നടക്കട്ടെ. ആ സൈക്കിൾ എടുത്ത് കൊടുക്കും കേട്ടോ. ശരി, സോറി കേട്ടോ. എന്താ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയുള്ളൂ. തൽക്കാലം ഈ പൈസ നിങ്ങൾ തന്നെ വെച്ചോ മോളെ. ആ സൈക്കിളിൽ കുറച്ച് കേടുപാടൊക്കെ ഉണ്ട്, അതൊക്കെ നേരെയാക്കിയിട്ട് മോൾ അത് ഉപയോഗിക്കും. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മോൾ ചോദിക്കാൻ മടിക്കല്ലേ കേട്ടോ. അമ്മയുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മകളായി ഇനി ഞാൻ ജീവിക്കാം. ഒരിക്കലും ഒരു വഴിതെറ്റിയ ജീവിതം ഇനി ഞാൻ ജീവിക്കില്ല. നമുക്ക് നമ്മുടെ ഷൈനിയെ തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നു. ഇനിയെങ്കിലും നല്ല കുട്ടിയായിട്ട് ജീവിക്കാൻ നോക്കൂ. കണ്ടു പഠിക്കും. അന്ധകാരത്തിന്റെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ നുറുങ്ങുവേട്ടമായി വരുന്ന ഈ തലമുറ തീർച്ചയായും ഭാവിയുടെ വാഗ്ദാനം തന്നെ. കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി
പറയൂ